ഹൈ റേഞ്ച് സിറ്റിയായ കട്ടപ്പനയ്ക്ക് ഹൈ റേഞ്ച് ഫാഷൻ സമ്മാനിച്ചുകൊണ്ട് സീമ സിൽക്സ് ഇനി കട്ടപ്പനയിലും. ഉദ്ഘാടനം മാർച്ച് 15 രാവിലെ 10 മണിക്ക്. ഉദ്ഘാടകനായി ഞാനുണ്ടാവും, നിങ്ങളും ഉണ്ടാവില്ലേ? രാഷ്ട്രീയ രംഗത്തെയും മറ്റു മേഖലയിലെയും പ്രമുഖ വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ പങ്കെടുക്കുന്നു. 40,000 സ്ക്വയർ ഫീറ്റിൽ 5 നിലകളിലായി കട്ടപ്പനയിലെ ഏറ്റവും വലിയ വസ്ത്രവിസ്മയം. ബ്രൈഡ് ആൻഡ് ഗ്രൂം വെഡിംഗ് കളക്ഷന്റെ നഗരത്തിലെ ഏറ്റവും വലിയ വെഡിംഗ് ഫ്ലോർ. ഇനി ആസ്വദിക്കാം ഒരു കംപ്ലീറ്റ് ഫാമിലി ഷോപ്പിംഗ് അനുഭവം. സീമ സിൽക്സ് നിയർ മലബാർ ഗോൾഡ്, പുളിയൻമല റോഡ്, കട്ടപ്പന. നിങ്ങളുടെ കനക സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനുകളിലും ക്വാളിറ്റിയിലുമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുമായി ബെന്നീസ് ജ്വല്ലറി. വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ പ്രത്യേക കളക്ഷനുകൾ, ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നെക്ലേസുകളുടെ കവനീയ ശേഖരം, പാരമ്പര്യ തനിമയോതുന്ന ആന്റിക് ആഭരണങ്ങൾ, പുത്തൻ ട്രെൻഡുമായി ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷനുകൾ. കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാം രാജാക്കാട്ടിലെ ഏറ്റവും വലിയ ഷോറൂമായ ബെന്നീസ് ജ്വല്ലറിക്കൊപ്പം. ബെന്നീസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി, രാജാക്കാട്. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. വീടുപണി പൂർത്തിയാക്കാൻ ഇനി പണം ഒരു തടസ്സമാവില്ല. ഹൈറേഞ്ചിൽ ആദ്യമായിതാ മാസത്തവണകളായി പണമടച്ച് എല്ലാ നിർമ്മാണ സാമഗ്രികളും ഇനി മുതൽ NK ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. TMT കമ്പികൾ, സിമന്റ്, റൂഫിംഗ് മെറ്റീരിയൽസ്, ഇലക്ട്രിക്കൽ, സാനിറ്ററി, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റുകൾ, പ്ലൈവുഡ്, ആസ്പെറ്റോസ് ഷീറ്റുകൾ, വാട്ടർ ടാങ്കുകൾ തുടങ്ങി മറ്റെല്ലാവിധ മെറ്റീരിയൽസും ഉൾപ്പെടുത്തി 10,000 സ്ക്വയർ ഫീറ്റിൽ ഒരു ഹാർഡ്വെയർ സൂപ്പർ മാർക്കറ്റ്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ച് നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. സർപ്രൈസ് ഉണ്ടേ. ഡയമണ്ട് ആണോ? നോക്ക്. സർപ്രൈസിങ് എളുപ്പമല്ല മാൻ. ഞങ്ങളെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കും. ഏതെത്ര പോരാ? 5 grams. എത്ര പ്രതീക്ഷിച്ചില്ല. സർപ്രൈസ് ആയില്ലേ? പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പിതൃക്കളുടെ മോക്ഷപ്രാപ്തിക്കായി ഹൈന്ദവ വിശ്വാസികൾ ഇന്ന് ബലിതർപ്പണം നടത്തി. രാജാക്കാട് മേഖലകളിലെ വിവിധ ക്ഷേത്രങ്ങളിൽ ഇന്ന് രാവിലെ മുതൽ ബലിതർപ്പണത്തിനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. അതിർത്തി മേഖലയിലെ ചെക്ക് പോസ്റ്റുകളിൽ ഖനന ഉൽപ്പന്നങ്ങൾ ഇടുക്കിയിലേക്ക് എത്തിക്കുവാൻ കൈക്കൂലി വാങ്ങുന്നതായ ആരോപണം.
മൂന്നാറിൽ മോഷ്ടിച്ച ക്യാമറ മറച്ചുവിറ്റ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. പിതൃക്കളുടെ മോക്ഷപ്രാപ്തിക്കായി ഹൈന്ദവ വിശ്വാസികൾ ഇന്ന് ബലിതർപ്പണം നടത്തി. രാജാക്കാട് മേഖലകളിലെ വിവിധ ക്ഷേത്രങ്ങളിൽ ഇന്ന് രാവിലെ മുതൽ ബലിതർപ്പണത്തിനുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നു. രാജാക്കാട് ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലും പ്രദേശത്തെ വിവിധ ക്ഷേത്രങ്ങളിലും ഇന്ന് രാവിലെ മുതൽ നടന്ന ബലിതർപ്പണ ചടങ്ങുകളിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത്. പിതൃതർപ്പണത്തിനായി ആയിരങ്ങളാണ് രാജാക്കാട് രാജകുമാരി മേഖലയിലെ ക്ഷേത്രങ്ങളിലെത്തിയത്. ശിവരാത്രിയോടനുബന്ധിച്ചുള്ള ബലിതർപ്പണത്തിനായി നിരവധി പേർ രാജാക്കാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെത്തി ബലിതർപ്പണം നടത്തി. പിതൃക്കളുടെ മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയാണ് ഹൈന്ദവർ തലമുറകളായി ബലിതർപ്പണം നടത്തിവരുന്നത്. ശിവരാത്രിയോടനുബന്ധിച്ചും കർക്കിടവാവിനുമാണ് പ്രധാനമായും ക്ഷേത്രങ്ങളിൽ ബലിതർപ്പണം നടക്കുന്നത്. ഇന്ന് രാവിലെ 6 മണി മുതൽ രാജാക്കാട് ശ്രീ മഹാദേവർ ക്ഷേത്രത്തിൽ ബലിതർപ്പണത്തിനായി ഭക്തജനങ്ങൾ എത്തിത്തുടങ്ങി. ക്ഷേത്രം മേൽശാന്തി എം പുരുഷോത്തമൻ ശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് തർപ്പണം നടന്നത്. പിതൃക്കൾക്ക് വേണ്ടിയുള്ള ബലിതർപ്പണം നടത്തി. ഈ വർഷത്തെ ശിവരാത്രി മഹോത്സവത്തിന് ഈ ബലിതർപ്പണത്തോടുകൂടി പര്യവസാനം ആകുന്നതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ക്ഷേത്ര പരിസരത്ത് ഒരുക്കിയതിനേക്കാൾ വേണ്ട സൗകര്യങ്ങളെല്ലാം ഭക്തജനങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരുന്നു. ഇത് തയ്യാറാക്കുന്നതിനായിട്ട് ഈ നാട്ടിലെ ബഹുജനങ്ങളുടെയും ഭക്തജനങ്ങളുടെയും SNDP ശാഖാ യോഗം, യൂണിയനുകൾ, മറ്റ് വിശ്വകർമ്മ, NSS, സാംബോ സൊസൈറ്റി എന്നീ സംഘടനകളുടെ എല്ലാം സഹകരണം ഉണ്ടായിട്ടുണ്ട്. 11 മണി വരെ തർപ്പണത്തിനായി ആളുകൾ എത്തിക്കൊണ്ടിരുന്നു. ഒരേ സമയം 500 പേർക്ക് വീതം തർപ്പണം നടത്തുന്നതിനുള്ള സൗകര്യം ക്ഷേത്ര ഭാരവാഹികൾ ഒരുക്കിയിരുന്നു. രാജാക്കാടിനു പുറമെ മുക്കുടി, മുനിയറക്കുന്ന് ശ്രീ നന്ദികേശ്വര ക്ഷേത്രത്തിലും നിരവധി ആളുകൾ പിതൃക്കൾക്കുള്ള തർപ്പണത്തിനായി എത്തി. ക്ഷേത്രം ശാന്തി അഭിലാഷിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത്. സിറ്റി വിഷൻ, രാജാക്കാട്. അതിർത്തി മേഖലയിലെ ചെക്ക് പോസ്റ്റുകളിൽ ഖനന ഉൽപ്പന്നങ്ങൾ ഇടുക്കിയിലേക്ക് എത്തിക്കുവാൻ കൈക്കൂലി വാങ്ങുന്നതായി ആരോപണം. ചെക്ക് പോസ്റ്റിലെ ഉദ്യോഗസ്ഥർക്ക് കള്ളപ്പാസ് ഉപയോഗിച്ച് എത്തുന്ന വാഹനങ്ങൾക്ക് 1000ഉം 1500ഉം പടി നൽകുന്നതായാണ് ആരോപണം. കേരളത്തിൽ നിന്നും എത്തുന്ന വാഹനങ്ങൾക്ക് പാസും നൽകുന്നില്ല. കരിങ്കല്ലും പാറ ഉൽപ്പന്നങ്ങളും എത്താതായതോടുകൂടി ഇടുക്കിയിലെ നിർമ്മാണ മേഖല സ്തംഭനത്തിലേക്ക്. ഇടുക്കിയിൽ നിലനിൽക്കുന്ന ഖനന നിരോധനത്തെ തുടർന്ന് നിർമ്മാണ സാമഗ്രികളുടെ അപര്യാപ്തതയിൽ ലൈഫ് ഭവന പദ്ധതിയിലടക്കം നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലച്ചു. തമിഴ്നാട്ടിൽ നിന്നും മാത്രമാണ് ഇപ്പോൾ ഖനന ഉൽപ്പന്നങ്ങൾ ഇടുക്കിയിലെത്തുന്നത്. തമിഴ്നാട്ടിൽ നിന്നുള്ള ടോറസ് ലോറികൾക്ക് മാത്രമാണ് ഇപ്പോൾ ഇടുക്കിയിലേക്ക് പ്രവേശനമുള്ളത്. ഇതെത്തുന്നത് കള്ളപ്പാസും ചെക്ക് പോസ്റ്റുകളിൽ പടിയും കൊടുത്താണെന്നാണ് ഉയരുന്ന ആക്ഷേപം. ഇടുക്കിയിൽ നിന്നുള്ള ടോറസ് വാഹനങ്ങൾക്ക് തമിഴ്നാട്ടിൽ നിന്നും ഖനന ഉൽപ്പന്നങ്ങൾ കയറ്റിക്കൊണ്ടുവരുന്നതിന് നിലവിൽ പെർമിറ്റ് കൊടുക്കുന്നില്ല. തമിഴ്നാട്ടിൽ നിന്നും തമിഴ്നാട് ലോബികൾ വലിയ ഇടപെടലുകൾ നടത്തുന്നുണ്ടെന്നാണ് വിവരം. ഓരോ ചെക്ക് പോസ്റ്റും കടന്നു വരുന്നതിന് ചെക്ക് പോസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് തുക നൽകിക്കൊണ്ടാണ് ഇടുക്കിയിലേക്ക് പ്രവേശിക്കുന്നത്. കേരളത്തിലെ വാഹനങ്ങൾക്ക് ഖനന ഉൽപ്പന്നങ്ങൾ ഇടുക്കിയിലേക്ക് എത്തിക്കുവാൻ പെർമിറ്റ് നൽകാത്ത സാഹചര്യത്തിൽ തമിഴ്നാട്ടിൽ നിന്നും എത്തുന്ന ലോറികൾക്ക് വ്യാജമായി നിർമ്മിക്കുന്ന പാസുകൾ ഉപയോഗിച്ച് ചെക്ക് പോസ്റ്റുകൾ കടത്തിവിടുകയാണ് പതിവ്. പാസില്ലാത്ത വാഹനങ്ങളും ചെക്ക് പോസ്റ്റ് കടന്നു വരുന്നതായാണ് വിവരം. ചെക്ക് പോസ്റ്റ് കടക്കുന്നതിന് വ്യാജ പാസ് ഉപയോഗിച്ചെത്തുന്ന വാഹനങ്ങൾക്ക് 1000 രൂപയും പാസ് ഇല്ലാതെ വരുന്ന വാഹനങ്ങൾക്ക് 1500 രൂപയുമാണ് ഉദ്യോഗസ്ഥർക്ക് പടി നൽകുന്നതെന്നാണ് ആക്ഷേപം. ഇത് പിന്നീട് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ രാത്രിയിൽ വീതം വയ്ക്കുന്നതായാണ് പതിവ്. പോലീസ്, എക്സൈസ്, വെറ്റിനറി വിഭാഗം, GST വകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരാണ് ഇതിന് പ്രാദേശിക തലത്തിൽ നേതൃത്വം നൽകുന്നതെന്നാണ് വിവരം. ഇതിന് ഒത്താശ ചെയ്യുന്നത് ഇടുക്കി ജില്ലാ കളക്ടറും ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയുമാണെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. അതായത് അവിടുന്ന് കല്ലോ മണലോ ആയിട്ട് വരുന്ന ലോറികൾ, പാസ് ഇല്ലാതെ കയറി വരുന്ന വണ്ടികൾ 1500 രൂപയും കള്ളപ്പാസമായിട്ട് കയറി വരുന്ന വണ്ടികൾ 1000 രൂപയും കൊടുത്താൽ കയറി വരുന്ന നമുക്കറിയാൻ കഴിയും. നമുക്ക് അതിനുള്ള വ്യക്തമായ തെളിവുകളുണ്ട്. പക്ഷെ നിയമപരമായിട്ട് അതിനെ അതിജീവിക്കണ്ടേ എന്ന് പറഞ്ഞാൽ, അല്ലെ ഇതിനെ പിടിക്കണ്ടേ എന്ന് പറഞ്ഞാൽ ഇടുക്കി ജില്ലാ കളക്ടറും പോലീസുമാണ്. പക്ഷെ ഇടുക്കി ജില്ലാ കളക്ടർ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, ആ തേനിയിലുള്ള ആ വ്യാപാരികളുമായിട്ട് എന്തോ ടൈപ്പ് ഉള്ളതിൻ്റെ നമുക്കറിയാൻ കഴിഞ്ഞു. പോലീസാണുള്ളത് തന്നെ നിസ്സംഗത പാലിക്കുകയാണ്. ഇവർ ഈ 2 ഡിപ്പാർട്ട്മെൻറ്റാണ് ഇതിന് നടപടി സ്വീകരിക്കേണ്ടത്. ആ 2 ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനെ നടപടി സ്വീകരിക്കുന്നില്ല. അതാണ് നമുക്കറിയാൻ പറ്റുന്നത്. ഈ തമിഴ് ലോബിയായിട്ട് എന്താണ് ഇവർക്കുള്ള ബന്ധമെന്നാണ് അന്വേഷിക്കേണ്ടത്.
അതേസമയം തൽസ്ഥിതി തുടർന്നാൽ ഇടുക്കി ജില്ലയിലെ നിർമ്മാണ മേഖലയിലെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും വരും ദിവസങ്ങളിൽ തടസ്സപ്പെടുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇടുക്കി ജില്ലയിൽ ഖനന പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണം പിൻവലിക്കുവാൻ സംസ്ഥാന ഗവൺമെന്റ് ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട ആയിരക്കണക്കിന് ആളുകളാണ് ഉപജീവനം നടത്തുന്നത്. ഇതിലുപരി ലൈഫ് ഭവന പദ്ധതിയിലടക്കം വീടുകൾ ലഭിച്ച് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാനാകാതെ നൂറുകണക്കിന് നിർധന കുടുംബങ്ങളാണ് വഴിയാധാരമായി നിൽക്കുന്നതും. കളക്ടറും ബന്ധപ്പെട്ട അധികാരികളും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. സിറ്റി വിഷൻ, ഉപ്പുതറ. മൂന്നാറിൽ മോഷ്ടിച്ച ക്യാമറ മറച്ചുവിറ്റ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പള്ളിവാസൽ സ്വദേശിയായ പി ആകാശാണ് പോലീസിന്റെ പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ദിവസമായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. പള്ളിവാസൽ സ്വദേശിയുടെ 1.25 ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന ക്യാമറയാണ് മോഷണം പോയത്. പാതയോരത്ത് വിനോദസഞ്ചാരികളുടെ ചിത്രങ്ങൾ പകർത്തി നൽകുന്നയാളാണ് ഇയാൾ. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോയ സമയത്ത് പാതയോരത്ത് പാർക്ക് ചെയ്തിരുന്ന കാറിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന ക്യാമറയാണ് മോഷ്ടിച്ചത്. ഈ സംഭവത്തിലാണ് പള്ളിവാസൽ സ്വദേശിയായ പി ആകാശിനെ മൂന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തത്. മോഷ്ടിച്ച ക്യാമറ പ്രതി പോതമേട് സ്വദേശിക്ക് വിറ്റിരുന്നു. ക്യാമറ നഷ്ടപ്പെട്ട യുവാവിന്റെ പരാതിയെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് SHO രാജൻ കെ അരമനിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ആകാശിനെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സിറ്റി വിഷൻ, രാജാക്കാട്. രാജാക്കാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ മഹാശിവരാത്രി മഹോത്സവം നടന്നു. ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി താലപ്പൊലി ഘോഷയാത്രയും നടന്നു. NR-സിറ്റിയിൽ നിന്നും രാജാക്കാട് ക്ഷേത്ര സന്നിധിയിലേക്ക് നടന്ന താലപ്പൊലി ഘോഷയാത്രയിൽ നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു. പശ്ചിമ കൈലാസനാഥൻ എന്നറിയപ്പെടുന്ന രാജാക്കാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന ശിവരാത്രി മഹോത്സവത്തിന് സമാപനമായി. 2 ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന ശിവരാത്രി മഹോത്സവത്തിന് പിതൃബലിതർപ്പണത്തോടു കൂടിയാണ് സമാപനമായത്. നിരവധി ഭക്തജനങ്ങളാണ് ഭഗവാന്റെ അനുഗ്രഹം തേടി ഘോഷയാത്രയിലും ശിവരാത്രി മഹോത്സവത്തിലും പങ്കെടുത്തത്. NR-സിറ്റി ഗുരുദേവ ക്ഷേത്രത്തിൽ നിന്നും വാദ്യമേളങ്ങളുടെയും വിവിധ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ രഥത്തിൽ ഭഗവാനെയും ആനയിച്ചുകൊണ്ടാണ് താലപ്പൊലി ഘോഷയാത്ര നടന്നത്. ഗുരുദേവ് ബാലജനയോഗം കുട്ടികളുടെ ചെണ്ടമേളവും നടന്നു. പറവൂർ രാകേഷ് തന്ത്രികൾ മുഖ്യ കാർമ്മികത്വം വഹിച്ച മഹോത്സവത്തിൽ പുരുഷോത്തമൻ ശാന്തി, സതീഷ് ശാന്തി, മോഹനൻ ശാന്തി, രതീഷ് ശാന്തി, മണികണ്ഠൻ ശാന്തി എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. മഹോത്സവത്തോടനുബന്ധിച്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, പ്രസാദവോട്ട്, അഖണ്ഡനാമജപവും മഹാശിവരാത്രി പൂജയും ക്ഷേത്രത്തിൽ നടന്നു. യൂണിയൻ പ്രസിഡന്റ് MB ശ്രീകുമാർ, യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി KD രമേശ്, യൂണിയൻ സെക്രട്ടറി KS ലതീഷ് കുമാർ, ശാഖായോഗം പ്രസിഡന്റ് B സാബു, യൂണിയൻ കൗൺസിലർ IB പ്രഭാകരൻ, വൈസ് പ്രസിഡന്റ് VS ബിജു, സെക്രട്ടറി KP സജീവ് തുടങ്ങിയവർ മഹോത്സവത്തിലും താലപ്പൊലി ഘോഷയാത്രയ്ക്കും നേതൃത്വം നൽകി. വിവിധ ശാഖായോഗങ്ങൾ, വനിതാ സംഘം, യൂത്ത് മൂവ്മെന്റ്, കുടുംബ യൂണിറ്റ്, ബാലജനയോഗം എന്നിവരുടെ പങ്കാളിത്തത്തോടെയാണ് മഹോത്സവവും ഘോഷയാത്രയും നടന്നത്. സിറ്റി വിഷൻ, രാജാക്കാട്. പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറുകയും ശാരീരികമായി ആക്രമിക്കുകയും ചെയ്ത യുവാവ് പിടിയിൽ. മൂവാറ്റുപുഴ അഴയെടുത്ത് നസീബിനെയാണ് തൊടുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 22-ന് പകൽ DDE ഓഫീസിന് സമീപത്ത് വെച്ചായിരുന്നു കേസിനാസ്പദമായ സംഭവം. സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്ന പെൺകുട്ടിയെ മറ്റൊരു സ്കൂട്ടറിൽ പിന്തുടർന്നെത്തിയ പ്രതി തടഞ്ഞു നിർത്തി. ദേഹത്തെന്തോ ഇരിക്കുന്നെന്ന് പറഞ്ഞ് ശരീരത്ത് അനുവാദമില്ലാതെ സ്പർശിക്കുകയും മോശമായി പെരുമാറുകയും ചെയ്യുകയായിരുന്നു. പ്രതി ചന്തക്കുന്ന് ഭാഗത്ത് ഒരു വീട്ടിൽ ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു. ഇവിടുത്തെ സ്കൂട്ടറിലാണ് പ്രതി വന്നത്. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പോലീസ് പ്രതിയെ പിടികൂടിയത്. കുട്ടി ഏകദേശം ഉച്ച സമയത്തോടുകൂടി ഇവിടുന്ന് ഹോസ്റ്റലിലേക്ക് കോളേജ് ഭാഗത്തേക്ക് പോവുകയായിരുന്നു. സ്കൂട്ടറിൽ പോകുന്ന സമയത്ത് സ്കൂട്ടറിൽ അതുപോലെ തന്നെ മറ്റു സ്കൂട്ടറിൽ പുറകെ വന്ന ഒരു ചെറുപ്പക്കാരൻ തടഞ്ഞു നിർത്തി ദേഹത്തെന്തോ ഇരിക്കുന്നു എന്നുള്ള രീതിയിൽ അതിനെ തടഞ്ഞു നിർത്തുകയും പെട്ടെന്ന് വണ്ടി നിർത്തിയ പെൺകുട്ടിയെ മോശമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിക്കുകയും അതുപോലെ മോശമായിട്ടുള്ള ചെയ്യുകയും ചെയ്തു. അത് പ്രകാരം പോലീസ് കേസെടുത്തു. സ്വകാര്യ കോളേജ് വിദ്യാർത്ഥിനിയായ പെൺകുട്ടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. പ്രതിക്കെതിരെ സമാന പരാതികൾ നിലവിലുണ്ടെന്നാണ് വിവരം. ഇയാളെ വ്യാഴാഴ്ച കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും.
SI-NS റോയി, പ്രബേഷൻ SI ശ്രീജിത്ത്, CPOമാരായ മുജീബ് റഹ്മാൻ, മഹേഷ്, സനൂപ്, ഷാബിൻ, അഫ്സൽ ഖാൻ, ഫിറോസ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഇടവേള. സർപ്രൈസ് ഉണ്ട്. ഡയമണ്ട് ആണോ? നോക്ക്. സർപ്രൈസിങ് എളുപ്പമല്ല മാൻ. ഞങ്ങളെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കും. ഇതെത്ര പോരാ? 5 grams. ഇത്ര പ്രതീക്ഷിച്ചില്ല. സർപ്രൈസ് ആയില്ലേ? പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. ആദ്യമായിട്ടായിരുന്നു അവൾക്കൊരു സമ്മാനം വാങ്ങാൻ പോകുന്നത്. പക്ഷേ അവളുടെ ഇഷ്ടങ്ങളൊക്കെ മറ്റൊന്നായിരുന്നു. എനിക്ക് നിറവേറ്റാവുന്നതിലും അപ്പുറം. എന്റെ കുഞ്ഞു സമ്മാനങ്ങളൊന്നും അവളെ സന്തോഷപ്പെടുത്തിയില്ല. അപ്പോഴാണ് അവൾക്ക് നേരെ ആ കൈകൾ നീളുന്നത്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. ഒന്നൊക്കുമ്പോ ഒന്നൊക്കൂല. അതുള്ളതാ. ഒന്നൊക്കുമ്പോ ഒന്നൊക്കത്തില്ല. ഒന്നൊക്കുമ്പോ ഒന്നൊക്കെയല്ല. എടാ കുഞ്ഞാപ്പോയ്, ഇവനാണ് ലവൻ. ഇവനൊക്കുമ്പോ എല്ലാം അങ്ങൊക്കും. 62.5% നാച്ചുറൽ പ്രോട്ടീനും അനിമൽ പ്രോട്ടീനും തേനുമടങ്ങിയ കരാബിയോൺ ചെറുതും വലുതുമായ അമിനോ ആസിഡ് പെപ്റ്റൈഡ് ചെയിനുകളുടെ സമ്മിശ്ര ശേഖരമാണ്. ചെടികളെയും വിളകളെയും രോഗകീടങ്ങളിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിച്ച് പ്രകൃതിദത്ത മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം. ഏത് ജോലി ചെയ്താലും അത് ക്രിയേറ്റീവായിട്ട് തന്നെ ചെയ്യണം. അതല്ലേ അതിനൊരു ഭംഗി. നിങ്ങളുടെ വീടിന്റെ പ്ലാൻ, സർവേ, കൺസ്ട്രക്ഷൻ എല്ലാം മനസ്സിനിണങ്ങിയ പോലെ ഓൾ സെറ്റായെങ്കിൽ ഇനി ടൈൽ സെലക്ഷൻ എങ്ങനെ, എവിടുന്ന്, ഏത് ബ്രാൻഡ്, ഏത് ഡിസൈൻ, ഇങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം KJ ഗ്രാനൈറ്റ് ആൻഡ് ടൈൽസ്. സിംബോളോ, കജേരിയ തുടങ്ങിയ ലോകോത്തര ബ്രാൻഡുകളുടെ എക്സ്ക്ലൂസീവ് ടൈൽ ഗാലറിക്കൊപ്പം 50-ൽ പരം ബ്രാൻഡുകളുടെ ടൈൽസുകൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാനുള്ള അവസരം KJ ഗ്രാനൈറ്റ്സിൽ മാത്രം. Make your home beautiful with KJ Granite and Tiles, കട്ടപ്പന, കാഞ്ഞിരപ്പള്ളി. വീണ്ടും വാർത്തയിലേക്ക്. ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ്സ് ഇടുക്കി ജില്ലാ കൺവെൻഷൻ നടന്നു. രാജകുമാരി സെന്റ് ജോൺസ് ചർച്ച് പാരിഷ് ഹാളിൽ നടക്കുന്ന സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് KG ഇന്ദുകലാധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ജനങ്ങളുടെ ആവശ്യങ്ങൾ പറയുന്നതിനും ജനങ്ങൾക്കുണ്ടാകുന്ന മോശം അനുഭവങ്ങളെ തുറന്നു കാട്ടുവാൻ ഒരു രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിൽ ഉണ്ടാകാത്ത സാഹചര്യത്തിലും ജനങ്ങളോടൊപ്പം നിന്ന് ആവശ്യങ്ങൾ പരിഗണിക്കുന്നതിന് സംരക്ഷിക്കുന്നതിന് മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ്സ് അസോസിയേഷൻ എന്ന സംസ്ഥാന പ്രസിഡന്റ് KG ഇന്ദുകലാധരൻ രാജകുമാരിയിൽ നടന്ന ഇടുക്കി ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ പറഞ്ഞു. ഇന്ത്യയിൽ എന്നല്ല ലോകത്ത് പോലും ഇതുപോലെ ഒരു ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം ഉണ്ടാകില്ല. പല രാഷ്ട്രീയ പാർട്ടികളും വിലക്കെടുക്കുവാൻ ശ്രമിച്ചപ്പോഴും രാഷ്ട്രീയമില്ലാത്ത സംഘടനയായി ഉറച്ചു നിന്നു. സ്വതന്ത്രമായ സംഘടനയിലൂടെ നിന്നുകൊണ്ട് തൊഴിൽ സംരക്ഷിക്കുന്നതിനുള്ള എല്ലാ മാർഗങ്ങളും സ്വീകരിക്കുകയും സന്ധിയില്ലാത്ത സമരങ്ങൾ സംഘടിപ്പിച്ച സംഘടനയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിൽ നിന്നല്ല ലോകത്ത് പോലും ഇങ്ങനൊരു ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം ഉണ്ടാകില്ല എന്ന് തർപ്പിച്ചും വളരെ അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ സാധിക്കും. കാരണം വ്യത്യസ്തമായ രാഷ്ട്രീയ ചിന്താഗതികളുള്ളവരെ, രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മുഖ്യധാരാ പ്രവർത്തകരൊക്കെ ഈ സംഘടനയിലുണ്ട്. പല രാഷ്ട്രീയ പാർട്ടികളും നമ്മളെയൊക്കെ വിലക്കെടുക്കാൻ തീരുമാനിച്ചപ്പോഴും
രാഷ്ട്രീയമില്ലാത്ത ഒരു സംഘടനയാണ് ഞങ്ങളെന്നും ആ സമുദ്ര സംഘടനയിലൂടെ നിന്നുകൊണ്ട് ഞങ്ങളുടെ തൊഴിൽ സംരക്ഷിക്കുന്നതിനുള്ള എല്ലാ മാർഗങ്ങളും നമ്മൾ സ്വീകരിക്കും എന്ന് പറഞ്ഞാണ് ഇതുവരെ മുന്നോട്ട് പോയിട്ടുള്ളത്. ജില്ലാ പ്രസിഡന്റ് ജി ജീവൻലാൽ പതാക ഉയർത്തിയതോടെയാണ് ജില്ലാ കൺവെൻഷന് തുടക്കമായത്. കൺവെൻഷനോടനുബന്ധിച്ച് ക്ഷേമനിധി ആനുകൂല്യങ്ങളുടെ വിതരണവും നടന്നു. ജില്ലാ പ്രസിഡന്റ് ജി ജീവൻലാലിന്റെ നേതൃത്വത്തിൽ നടന്ന കൺവെൻഷനിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് KR മധു, സംസ്ഥാന ഉപദേശക സമിതി ചെയർമാൻ OM ദിനകരൻ, ക്ഷേമനിധി ബോർഡ് അംഗം VV ശശിമോൻ, ജില്ലാ സെക്രട്ടറി നവാസ് ഷേർഖാൻ, ജില്ലാ ട്രഷറർ മോഹനൻ കല്ലാർ തുടങ്ങി ജില്ലാ സംസ്ഥാന നേതാക്കൾ പങ്കെടുത്തു. സ്വാഗത സംഘം ചെയർമാൻ MB എൽദോസ്, ജനറൽ കൺവീനർ ദീപു ഭാസ്കരൻ, ട്രഷറർ MB ശിവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ, രാജക്കാട്. ഹൈന്ദവ വിശ്വാസികൾ ഇന്ന് ബലിതർപ്പണം നടത്തി. രാജക്കാട് മേഖലകളിലെ വിവിധ ക്ഷേത്രങ്ങളിൽ ഇന്ന് രാവിലെ മുതൽ ബലിതർപ്പണത്തിനുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നു. മുക്കുടി മുനിയറക്കുന്ന ശ്രീ നന്ദികേശ്വര ക്ഷേത്രത്തിൽ ബലിതർപ്പണ ചടങ്ങുകളിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. പിതൃതർപ്പണത്തിനായി ആയിരങ്ങളാണ് രാജക്കാട് രാജകുമാരി മേഖലയിലെ ക്ഷേത്രങ്ങളിലെത്തിയത്. ശിവരാത്രിയോടനുബന്ധിച്ചുള്ള ബലിതർപ്പണത്തിനായി നിരവധി പേർ മുക്കുടി മുനിയറക്കുന്ന ശ്രീ നന്ദികേശ്വര ക്ഷേത്രത്തിലെത്തി ബലിതർപ്പണം നടത്തി. പിതൃക്കളുടെ മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയാണ് ഹൈന്ദവർ തലമുറകളായി ബലിതർപ്പണം നടത്തിവരുന്നത്. ശിവരാത്രിയോടനുബന്ധിച്ചും കർക്കിടക വാവിനുമാണ് പ്രധാനമായും ക്ഷേത്രങ്ങളിൽ ബലിതർപ്പണം നടക്കുന്നത്. ഇന്ന് രാവിലെ 6 മണി മുതൽ മുക്കുടി മുനിയറക്കുന്ന ശ്രീ നന്ദികേശ്വര ക്ഷേത്രത്തിൽ ബലിതർപ്പണത്തിനായി ഭക്തജനങ്ങൾ എത്തിത്തുടങ്ങി. ക്ഷേത്രം ശാന്തി അഭിലാഷ് ശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് തർപ്പണം നടന്നത്. ഒരേ സമയം നിരവധി പേർക്ക് വീതം തർപ്പണം നടത്തുന്നതിനുള്ള സൗകര്യം ക്ഷേത്ര ഭാരവാഹികൾ ഒരുക്കിയിരുന്നു. സിറ്റി വിഷൻ, രാജക്കാട്. ആശാ വർക്കർമാർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് സമരം നടത്തി. ശമ്പളം ലഭിക്കാത്തതിൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം നടത്തുന്ന ആശാ വർക്കർമാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വണ്ടിപ്പെരിയാർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് കാര്യാലയത്തിന് മുൻപിൽ ആരോഗ്യവകുപ്പ് സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ഇറക്കിയ ഉത്തരവ് കത്തിച്ചുകൊണ്ട് പ്രതിഷേധിച്ചു. ജനറൽ സെക്രട്ടറി ഷാജി പൈനടത്ത് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മാസങ്ങളായി ശമ്പളം ലഭിക്കാത്തത് മൂലമാണ് സംസ്ഥാനത്തുടനീളമുള്ള ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ആരംഭിച്ചത്. ഇതിനിടയിലാണ് സമരത്തെ തകർക്കുന്നതിനായി ആരോഗ്യവകുപ്പ് സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ആശാ വർക്കർമാർ 24 മണിക്കൂറിനകം ജോലിയിൽ പ്രവേശിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സർക്കുലർ ഇറക്കിയത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കാര്യാലയത്തിന് മുൻപിൽ ആരോഗ്യവകുപ്പ് സ്റ്റേറ്റ് മിഷൻ ഡയറക്ടറുടെ സർക്കുലർ കത്തിച്ച് പ്രതിഷേധിച്ചത്. DCC ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്ത് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആ സമരത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വീണ ജോർജും പിണറായി വിജയനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരായ ആളുകളുടെ ഇത്തരത്തിലുള്ള സമരങ്ങളെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് ആ സമരത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് ഒരു LDF സർക്കാരിനെ തുടർന്ന് പ്രവർത്തകർ ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയ സർക്കുലർ കത്തിച്ചു. DCC ജനറൽ സെക്രട്ടറി PA അബ്ദുൾ റഷീദ്, കോൺഗ്രസ് വണ്ടിപ്പെരിയാർ മണ്ഡലം പ്രസിഡന്റ് രാജൻ കൊഴുവൻ മാക്കൽ, INTUC പീരുമേട് റീജിയണൽ പ്രസിഡന്റ് KA സിദ്ദിഖ്, നേതാക്കളായ M ഉദയസൂര്യൻ, S ഗണേശൻ, N മഹേഷ്, K മാരിയപ്പൻ, SN ബിജു, K ഉദയകുമാർ, സെബാസ്റ്റ്യൻ പത്യാല തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിയിൽ പ്രസംഗിച്ചു. സിറ്റി വിഷൻ, ഉപ്പുതറ. മൂന്നാർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയുടെ ഭാഗമായ ചിന്നാർ വനമേഖലയിൽ റോഡിൽ കാട്ടാനകളുടെ സാന്നിധ്യം വർദ്ധിക്കുന്നു. വനമേഖലയിലൂടെ കടന്നു പോകുന്ന ഈ റോഡിൽ വിരിക്കൊമ്പനെന്ന് വിളിപ്പേരുള്ള കാട്ടാനയാണ് പലപ്പോഴും യാത്രാ തടസ്സം തീർക്കുന്നത്. കാട്ടാനകളുടെ സാന്നിധ്യം പതിവെങ്കിലും വാഹനങ്ങൾക്ക് നേരെ പരാക്രമത്തിന് മുതിരാത്തതാണ് താൽക്കാലിക ആശ്വാസം. മൂന്നാർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാത കടന്നുപോകുന്നത് ചിന്നാർ വനമേഖലയിലൂടെയാണ്. വേനൽ കനത്തതോടെ സംസ്ഥാനത്തിന്റെ മറ്റിടങ്ങളിലെന്ന പോലെ ചിന്നാർ വനമേഖലയിൽ റോഡിലും കാട്ടാനകളുടെ സാന്നിധ്യം വർദ്ധിച്ചു. വനമേഖലയിലൂടെയാണ് റോഡ് കടന്നു പോകുന്നതെങ്കിലും മഴക്കാലങ്ങളിൽ കാട്ടാനകൾ വലിയ തോതിൽ ശല്യമുണ്ടാക്കാറില്ല. എന്നാൽ വേനൽക്കാലത്ത് വനത്തിൽ തീറ്റയുടെ ലഭ്യത കുറഞ്ഞതോടെയാണ് റോഡിൽ കാട്ടാനകളുടെ സാന്നിധ്യം പതിവായിട്ടുള്ളത്. വിരിക്കൊമ്പൻ എന്ന വിളിപ്പേരുള്ള കാട്ടാനയാണ് പലപ്പോഴും യാത്രാ തടസ്സം തീർക്കുന്നത്. വേറെയും ആനകൾ റോഡിലേക്ക് എത്താറുണ്ട്.
കഴിഞ്ഞ ദിവസം ഇരുചക്ര വാഹന യാത്രികർ കാട്ടാനയുടെ മുമ്പിൽ നിന്നും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. ദിവസങ്ങൾക്ക് മുമ്പ് KSRTC ബസ്സിന് മുമ്പിൽ വിരിക്കൊമ്പൻ യാത്രാ തടസ്സം തീർത്തിരുന്നു. റോഡിലിറങ്ങുന്ന കാട്ടാനകൾ ഏതെങ്കിലും സാഹചര്യത്തിൽ അക്രമാസക്തരായാൽ അത് വലിയ അപകടത്തിന് ഇടവരുത്തും. നിലവിൽ റോഡിൽ കാട്ടാനകളുടെ സാന്നിധ്യം പതിവെങ്കിലും വാഹനങ്ങൾക്ക് നേരെ പരാക്രമത്തിന് മുതിരാത്തതാണ് താൽക്കാലിക ആശ്വാസം. ഇതേ പാതയിൽ മൂന്നാർ ഭാഗത്ത് പലപ്പോഴും കാട്ടുകൊമ്പൻ പടയപ്പയും യാത്രാ തടസ്സം സൃഷ്ടിക്കാറുണ്ട്. കാട്ടാനകളുടെ സാന്നിധ്യം ഭയന്ന് മാത്രമേ നിലവിൽ മൂന്നാർ മുതൽ അന്തർ സംസ്ഥാന പാതയിലൂടെ യാത്ര ചെയ്യാനാകൂ. സിറ്റി വിഷൻ, മൂന്നാർ. ഉപ്പുതറയിൽ ഇലയുടെ ആകൃതിയിൽ അപൂർവ ജീവിയെ കണ്ടെത്തി. ഉപ്പുതറ കുമ്പളശ്ശേരിയിൽ ജോയിച്ചന്റെ കൃഷിയിടത്തു നിന്നുമാണ് ഇലയുടെ ആകൃതിയിലുള്ള ജീവിയെ കണ്ടെത്തിയത്. ഈ മുളകിന്റെ ഇത് വിറക്കിക്കൊണ്ടിരുന്നപ്പോഴേ എൻ്റെ കയ്യിലോട്ട് ഒട്ടിപ്പിടിച്ചപ്പോൾ ഞാൻ കുടഞ്ഞിട്ട് ഇത് പോകുന്നില്ല. അപ്പോൾ ഇത് എന്നാന്ന് ഓർത്ത് ഇങ്ങനെ നോക്കി തൂത്തിട്ടപ്പോൾ ഇത് ഒരു ജീവിയുള്ള സാധനം അങ്ങോട്ട് തൂത്തിട്ടപ്പോൾ ഒരു ജീവി. എന്നാലും ഞാൻ അതിനെ ഇവിടെ എടുത്തു വെച്ചു, കൊച്ചു വരുമ്പോൾ കാണിക്കാമെന്ന് ഓർത്തത്. പറിച്ച കുരുമുളകിന്റെ ഇലയുടെ കൂടെയാണ് ജീവിയെ കണ്ടെത്തിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പിതൃക്കളുടെ മോക്ഷപ്രാപ്തിക്കായി ഹൈന്ദവ വിശ്വാസികൾ ഇന്ന് ബലിതർപ്പണം നടത്തി. രാജക്കാട് മേഖലകളിലെ വിവിധ ക്ഷേത്രങ്ങളിൽ ഇന്ന് രാവിലെ മുതൽ ബലിതർപ്പണത്തിനുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നു. അതിർത്തി മേഖലയിലെ ചെക്ക് പോസ്റ്റുകളിൽ ഖനന ഉൽപ്പന്നങ്ങൾ ഇടുക്കിയിലേക്ക് എത്തിക്കുവാൻ കൈക്കൂലി വാങ്ങുന്നതായ ആരോപണം. മൂന്നാറിൽ മോഷ്ടിച്ച ക്യാമറ മറച്ചുവിറ്റ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. ഹൈ റേഞ്ച് സിറ്റിയായ കട്ടപ്പനയ്ക്ക് ഹൈ റേഞ്ച് ഫാഷൻ സമ്മാനിച്ചുകൊണ്ട് സീമ സിൽക്സ് ഇനി കട്ടപ്പനയിലും. ഉദ്ഘാടനം മാർച്ച് 15 രാവിലെ 10 മണിക്ക്. ഉദ്ഘാടകനായി ഞാനുണ്ടാവും, നിങ്ങളും ഉണ്ടാവില്ലേ? രാഷ്ട്രീയ രംഗത്തെയും മറ്റു മേഖലയിലെയും പ്രമുഖ വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ പങ്കെടുക്കുന്നു. 40,000 സ്ക്വയർ ഫീറ്റിൽ 5 നിലകളിലായി കട്ടപ്പനയിലെ ഏറ്റവും വലിയ വസ്ത്രവിസ്മയം. ബ്രൈഡ് ആൻഡ് ഗ്രൂം വെഡിംഗ് കളക്ഷന്റെ നഗരത്തിലെ ഏറ്റവും വലിയ വെഡിംഗ് ഫ്ലോർ. ഇനി ആസ്വദിക്കാം ഒരു കംപ്ലീറ്റ് ഫാമിലി ഷോപ്പിംഗ് അനുഭവം. സീമ സിൽക്സ്, നിയർ മലബാർ ഗോൾഡ്, പുളിയൻമല റോഡ്, കട്ടപ്പന. നിങ്ങളുടെ കനക സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനുകളിലും ക്വാളിറ്റിയിലുമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുമായി ബെന്നീസ് ജ്വല്ലറി. വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ പ്രത്യേക കളക്ഷനുകൾ, ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നെക്ലേസുകളുടെ കവനീയ ശേഖരം, പാരമ്പര്യ തനിമയോതുന്ന ആന്റിക് ആഭരണങ്ങൾ, പുത്തൻ ട്രെൻഡുമായി ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷനുകൾ. കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാം രാജാക്കാട്ടിലെ ഏറ്റവും വലിയ ഷോറൂമായ ബെന്നീസ് ജ്വല്ലറിക്കൊപ്പം. ബെന്നീസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി, രാജാക്കാട്. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. വീടുപണി പൂർത്തിയാക്കാൻ ഇനി പണം ഒരു തടസ്സമാവില്ല. ഹൈറേഞ്ചിൽ ആദ്യമായി മാസത്തവണകളായി പണമടച്ച് എല്ലാ നിർമ്മാണ സാമഗ്രികളും ഇനി മുതൽ NK ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. TMT കമ്പികൾ, സിമന്റ്, റൂഫിംഗ് മെറ്റീരിയൽസ്, ഇലക്ട്രിക്കൽ, സാനിറ്ററി, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റുകൾ, പ്ലൈവുഡ്, ആസ്പെറ്റോസ് ഷീറ്റുകൾ, വാട്ടർ ടാങ്കുകൾ തുടങ്ങി മറ്റെല്ലാവിധ മെറ്റീരിയൽസും ഉൾപ്പെടുത്തി 10,000 സ്ക്വയർ ഫീറ്റിൽ ഒരു ഹാർഡ്വെയർ സൂപ്പർ മാർക്കറ്റ്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ചു നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ.